സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കാലിക്കറ്റ് എയർപോർട്ടിന് പുറത്തുവെച്ച പോലീസ് 9 കോടി രൂപ വില പ്രതീക്ഷിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. അബുദാബിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 18 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് തിങ്കളാഴ്ച രാത്രി കരിപ്പൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ മട്ടന്നൂർ സ്വദേശി 35 വയസ്സുള്ള റജിൽ, തലശ്ശേരി സ്വദേശി 33 വയസ്സുള്ള റോഷൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു. ഇവർ കഞ്ചാവ് സ്വീകരിക്കാൻ എത്തിയതാണ് എന്നാണ് വിവരം. കഞ്ചാവ് എത്തിച്ച യാത്രക്കാരനെ പിടികൂടിയിട്ടില്ല. ഇയാളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. 12 രാത്രി 8 മണിക്ക് അബുദാബിയിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിലിറങ്ങിയ ഇത്തിഹാദ് വിമാനത്തിൽ വന്ന യാത്രക്കാരനാണ് ട്രോളി ബാഗിൽ കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. ഇയാളിൽ നിന്ന് കഞ്ചാവ് ഏറ്റുവാങ്ങാൻ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി കാത്തു നിൽക്കുകയായിരുന്നു കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ റോഷനും റെജിലും. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരിക്കടത്തിന്റെ ചുരുളഴിയുന്നത്. ബാങ്കോക്കിൽ നിന്ന് അബുദാബി വഴി കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങുന്ന യാത്രക്കാരന്റെ ഫോട്ടോയും മറ്റു വിവരങ്ങളും റോഷന്റെ ഫോണിലുണ്ടായിരുന്നു. യാത്രക്കാരന്റെ വിവരങ്ങൾ ശേഖരിച്ച് ട്രേസ് ചെയ്തപ്പോഴേക്കും ഇയാൾ എയർപോർട്ട് വിട്ടിരുന്നു. എയർപോർട്ട് ടാക്സിയിലാണ് പുറത്തേക്ക് പോയതെന്ന് മനസ്സിലാക്കിയ പോലീസ് ടാക്സി ഡ്രൈവറെ തിരിച്ചറിഞ്ഞ് ഫോണിൽ ബന്ധപ്പെട്ടു. ഇതിനിടെ അപകടം മണത്ത യാത്രക്കാരൻ സിഗരറ്റ് വലിക്കാനെന്നും പറഞ്ഞ് കാറിൽ നിന്ന് പുറത്തിറങ്ങി കടന്നു കളയുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ ലഗേജ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത്. ലഗേജും ഹാൻഡ് ബാഗും കാറിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട യാത്രക്കാരനായി ഊർജിത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എയർ 1, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.